പെറ്റമ്മ എന്നുള്ള സത്യം തിരിച്ചറിയും. അന്നവൻ ഓടി എന്റെ അരികിലെത്തി അമ്മയെന്ന് വിളിച്ച് എന്നെ കെട്ടിപ്പിടിക്കും. അതിനി അധിക സമയമില്ല. സാരിയത് എങ്ങനെയുണ്ട്? ഞാൻ ഉടുത്തിട്ട് നന്നായിട്ടുണ്ടോ? സാരി കൊള്ളില്ലെങ്കിലും എന്റെ പാറ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 10 മാറ്റി പകിട്ടാവില്ലേ? സാരിയും കൊള്ളാം, അത് ഉടുത്തിരിക്കുന്ന എന്റെ അമ്മയും കൊള്ളാം. രണ്ടുപേരും കൂടി എന്നെ അങ്ങ് പുകഴ്ത്തി കൊല്ലും. ദേ കണ്ടോ, ലോക്കറ്റും മാലയിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഇതെന്താ മോളെ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? ഇവിടുന്ന് പോകുമ്പോഴുള്ള സന്തോഷമൊന്നും ഇല്ലല്ലോ. അല്ല, രണ്ടുപേരും കൂടി എങ്ങോട്ടാ പോയത്? ഞങ്ങള് നിർമ്മലാമ്മ ഒന്ന് കാണാൻ വേണ്ടി പോയതാ. നിർമ്മലെ കാണാനോ? നിങ്ങളെന്തിനാ നിർമ്മലെ കാണാൻ പോയത്? പാവല്ലേ നിർമ്മലാമ്മ. ജന്മം നൽകിയ മകൻ എവിടാണെന്ന് പോലും ആ പാവത്തിന് അറിയില്ല. സ്വന്തം എന്ന് പറയാൻ പോലും ആരുമില്ല. ഇപ്പതാ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് മരണത്തോട് മല്ലടിച്ച് ജീവിക്കുക. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നിധിയും കുട്ടി ആശുപത്രിയിലേക്ക് പോയതും മദേഴ്സ് ഡേ വിഷ് ചെയ്തതും ഗിഫ്റ്റായിട്ട് വളകൾ കൊടുത്തതും. വളകളോ? നീ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? ആ, എന്റെ ജീവന്റെ വിലയല്ലേ അമ്മയ്ക്കുള്ളത്. മോനെ പോലെയാണ്, പെറ്റമ്മയെ പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരല്ലോ. ആ കടമ നിറവേറ്റുകയും വേണ്ട അമ്മേ. എന്താ അമ്മേ? എന്തോന്ന് നിധി ഇത്? നിർമ്മലെ കാണാനാണ് പോകുന്നതെന്ന് നീ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. നിധി അറിഞ്ഞിരുന്നില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. നിർമ്മലാമ്മയുടെ അരികെ ചെന്ന് വളയൊക്കെ കൊടുത്തപ്പോ നിധി പോലും ഞെട്ടിപ്പോയി. സത്യം പറയാലോ അമ്മേ, അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ നിർമ്മലാമ്മയുടെ കൈപിടിച്ച് ആ വളകൾ ഇട്ടുകൊടുത്തപ്പോ ആ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. കാണാതായി സ്വന്തം മകനെ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു ആ മുഖത്ത്. കണ്ണുകൂടൊക്കെ അങ്ങ് നിറഞ്ഞു. അത് കണ്ടിട്ട് നിധി എന്താ പറഞ്ഞെന്ന് അറിയോ? സ്വന്തം അമ്മയാണെന്ന് കരുതി ആ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. നിർമ്മലാമ്മയുടെ കാലിൽ തൊട്ട് ഞാൻ അനുഗ്രഹം വാങ്ങിച്ചു. പാവം, ഉള്ളിൽ സന്തോഷമാണോ സങ്കടമാണോന്ന് അറിയില്ല. എന്തായാലും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കണ്ടോ കണ്ടോ, നിർമ്മലാമ്മയുടെ ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോ എന്റെ പാറുവിന് പോലും സഹിക്കാൻ പറ്റിയില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് പോലും ഇത്രയും വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിർമ്മലാമ്മ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നിർമ്മലാമ്മയുടെ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ. നമ്മൾ തുടങ്ങാൻ പോകുന്ന അനാഥാലയത്തിന്റെ ഉദ്ഘാടനത്തിന് ഭദ്രദീപം കൊളുത്താൻ പോകുന്നത് നിർമ്മലാമ്മ ആയിരിക്കുമെന്ന്. അമ്മേ,
അമ്മയോട് എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ അതിന് മറുപടി തരുമോ? എന്താ? സത്യത്തിൽ എൻ്റെ പെറ്റമ്മ ആരാ? ഞാൻ അനാഥനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പിറന്ന വളർന്ന ഒരു അനാഥാലയം ഉണ്ടാവുമല്ലോ, അവിടുന്ന് ആയിരിക്കുമല്ലോ എന്നെ ദത്തെടുത്തത്. അപ്പോൾ എൻ്റെ യഥാർത്ഥ അമ്മ ആരായിരിക്കുമെന്ന് അമ്മയ്ക്കറിയായിരിക്കുമല്ലോ, ശരിയല്ലേ? എൻ്റെ പെറ്റമ്മ ആരാ? എന്താ എൻ്റെ അമ്മയുടെ പേര്? ഈ നാട്ടുകാരിയാണോ അതോ വേറെ എവിടെയെങ്കിലും ഉള്ള ആളാണോ? എവിടെ ഇപ്പം എൻ്റെ അമ്മ ഉള്ളത്? അതോ എൻ്റെ അമ്മ മരിച്ചുപോയോ? എന്താ ഗൗതം ഇത്? എന്തിനിപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒന്നുമില്ല. അമ്മമാരുടെ ദിവസമല്ല നിധി ഇന്നത്തേത്. അപ്പോൾ ഒരു ആഗ്രഹം തോന്നി, എൻ്റെ യഥാർത്ഥ അമ്മ ആരാണെന്ന് അറിയണമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഞാനും ഒരു മനുഷ്യനല്ലേ. അങ്ങനെ ഒരു ആഗ്രഹം തോന്നാതിരിക്കുമോ? പറയമ്മേ, ഞാൻ ആരുടെ വയറ്റിലാ പിറന്നത്? അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. യഥാർത്ഥ അമ്മയെ കിട്ടുന്ന കരുതി ഞാൻ പാറുവിനെ വിട്ട് പോകാനൊന്നും പോകുന്നില്ല. എന്റെ മരണം വരെയും എനിക്കൊരൊറ്റ അമ്മയേ ഉള്ളൂ. അത് എന്റെ മുന്നിൽ നിൽക്കുന്ന പാറുവമ്മയാ. ഞാനിത് ചോദിച്ചത് വേറൊന്നുമല്ല. ആ അമ്മയെ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം. പത്ത് മാസം എന്നെ വയറ്റി ചുമന്നിട്ട് പ്രസവിച്ച ഉടനെ ഉപേക്ഷിച്ച് പൊയ്ക്കളഞ്ഞതല്ലേ. ചോദിക്കണം ആ മുഖത്ത് നോക്കി, എന്തിനാ എന്നെ വേണ്ടാന്ന് വെച്ചെന്ന്.